കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണം ഇതിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ 2021 പ്രകടന പത്രികയിൽ എന്തൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു അതിൽ 97% പ്രാബല്യത്തിൽ വന്നു, പാലിക്കപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന UDF ആണെങ്കിലും NDA ആണെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ലെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് ഇങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ള നിലയിൽ മുന്നോട്ട് വയ്ക്കാൻ കെൽപ്പുള്ള ഏത് മുന്നണിയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ചങ്കൂറ്റം എന്ന് പറയുന്നതിന് 900ഓളം വരുന്ന വാഗ്ദാനങ്ങൾ ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രകടന പത്രിക എന്ന് വെച്ചാൽ ജസ്റ്റ് പ്രകടനത്തിന് വേണ്ടി ഇറക്കുന്ന ഒരു പത്രിക എന്നുള്ളതായിരുന്നു പണ്ട് മനസ്സിലാക്കി വെച്ചുകൊണ്ടിരുന്നൊരു കാര്യം. അത് അനലൈസ് ചെയ്യൽ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുന്ന രീതി ഇതൊന്നും പണ്ട് ഉണ്ടായിരുന്ന കാര്യമൊന്നുമല്ല. അതായത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരുകളുടെ എല്ലാം കാലഘട്ടത്തിൽ ഈ പ്രകടന പത്രികകളുണ്ടാവും. എന്നാൽ അതൊക്കെ ഈ പറയുന്ന പോലെ വീണ നായരുടെ പോസ്റ്റർ തൂക്കി വിറ്റ പോലെ തൂക്കി വിൽക്കുക മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കഴമ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സർക്കാർ അങ്ങനെ ആയിരുന്നില്ല. ഒരു പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ നടപ്പാക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് ജനത്തെ ആദ്യമായിട്ട് ബോധ്യപ്പെടുത്തിയത് ഒരുപക്ഷെ ഇടത് സർക്കാരായിരിക്കും. കാര്യം ഞങ്ങൾ പ്രകടന പത്രിക ഇറക്കുന്നത് വെറുതെ കൊണ്ട് കളയാൻ വേണ്ടിയിട്ടല്ല, അത് വെച്ചിട്ട് നമ്മൾ ഭാവിയിൽ എങ്ങനെ അത് കൊണ്ടുപോകും, എങ്ങനെ ആയിരിക്കണം ഞങ്ങൾ ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആധാരം എന്നുള്ള നിലയിലാണ് പ്രകടന പത്രിക കാണുന്നത്. അതനുസരിച്ച് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 97% പൂർത്തീകരിച്ചു. വെറും 3% മാത്രമേ ഉള്ളൂ പൂർത്തീകരിക്കാൻ. ബാക്കി 97% പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതായത് നമ്മുടെ ദേശീയപാത വികസനം നമുക്ക് കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവിടെ ദേശീയപാത ഒരു കാരണവശാൽ അതായത് പണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദേശീയപാത വികസിപ്പിക്കാനും ഇതുവഴി ആൾക്കാരെ കൊണ്ടുപോകാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ദേശീയപാത വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന് അത്യന്താപേക്ഷിതമായൊരു പദ്ധതിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങിയ പരിപാടികൾ നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്, അല്ലേ? പക്ഷേ ഏറ്റവും ഒടുവിൽ അത് 45 മീറ്റർ വേണമെന്ന് കേന്ദ്രം ശഠിച്ചു. പക്ഷേ 30 മീറ്ററിൽ കൂടുതൽ ഭൂമി നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയില്ല എന്ന് ഉമ്മൻചാണ്ടിയും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ഇല്ല പറ്റില്ല, 45 മീറ്റർ തന്നെ ആയിരിക്കണം ദേശീയപാത, അല്ല പറ്റില്ല എന്നൊരു തീരുമാനം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ഏറ്റവും ഒടുവിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, ഈ സാധനം പൂട്ടിക്കെട്ടി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദേശീയപാത വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഏറ്റവും ഇപ്പം എന്താ, ഈ 45 മീറ്റർ സാധ്യമായി, സ്ഥലമെടുപ്പും പൂർത്തിയായി. അപ്പോൾ കേരളത്തിൽ വികസനം നടന്നുകൊണ്ടിരിക്കുക. വിഴിഞ്ഞം പ്രോജക്റ്റിൽ എന്തായിരുന്നു സംഭവിച്ചത്? വിഴിഞ്ഞം പ്രോജക്റ്റ് എല്ലാവരും പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കണം എന്ന് പറഞ്ഞു. അദാനിയുമായി ഉണ്ടാക്കി വെച്ച അത് കടൽ കൊള്ളയായിരുന്നു, അത് വ്യക്തതയുണ്ടായിരുന്നു കടൽ കൊള്ളയായിരുന്നു എന്നുള്ള കാര്യത്തിൽ. അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പല നിബന്ധനകളും ഒടുവിൽ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിബന്ധനകൾ പൊളിച്ചു മാറ്റി. നമുക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുള്ള കരാറായിരുന്നെങ്കിൽ നമുക്ക് 40 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് 1 രൂപ അതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഇതത് മാറ്റി. ആ നിലയ്ക്ക് ഈ കാര്യങ്ങൾ കരാറടക്കം മാറ്റിക്കൊണ്ട് അദാനിക്ക് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇത് നൽകി. അങ്ങനെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പരിപാടി അങ്ങോട്ട് നടന്നു വരുമ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉയർന്നുകൊണ്ടേയിരുന്നു. ഇതിനകത്ത് സമരം നടത്താനും സമരം ചെയ്തുകൊണ്ട് ഈ പോർട്ടിൻ്റെ പരിപാടി മുടക്കാനും ശ്രമിച്ചത് ഇവിടെ UDF ആയിരുന്നു എന്നേ. UDF തന്നെയാണ് അത് മുടക്കാൻ ശ്രമിച്ചത്. എന്നിട്ടിപ്പം അത് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിചിത്ര വാദമൊക്കെ ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്തേക്ക് വരികയും ചെയ്തു. ശരി, അതങ്ങനെ വിഴിഞ്ഞം പോർട്ട് വേറൊരു തലത്തിൽ നിൽക്കുന്നു. സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിച്ച് വളരുന്ന കുട്ടികൾക്കറിയാം, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് അറിയണമെന്നില്ല. കാര്യം കഴിഞ്ഞ 10 വർഷമായിട്ട് വിദ്യാഭ്യാസ രംഗം മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. 1 മുതൽ ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല. അതേസമയം ഒരു ഡിഗ്രി അല്ലെങ്കിൽ അതിന് മേലേക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ, ഡിഗ്രി തലത്തിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു പക്ഷേ അറിയായിരിക്കും. അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, അവർ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ഇന്ന് അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 10, 20, 25 വയസ്സോളം പ്രായമുള്ള കുട്ടികളായിരിക്കും അവരെല്ലാം. അപ്പോൾ അവർക്കറിയാം അന്ന് അവർ 9, 10 പഠിക്കുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ വിദ്യാഭ്യാസ രംഗം മാറി.
അവരുടെ സ്കൂളുകളുടെ സ്റ്റൈല് മാറി. ഇതെല്ലാം മാറി അവർ പുതിയ ലൈഫിലേക്ക് വിദ്യാർത്ഥികൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരോഗ്യമേഖലയിൽ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകടമായി നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന നിരവധി മാറ്റങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാരിന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വളരെ പകൽ പോലെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. പിന്നെ മറ്റു കാര്യം, പട്ടയങ്ങൾ 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ കൊടുത്തു. ഏതാണ്ട് 738 768 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ച് നൽകി, വീട് നൽകി. 5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീട് നൽകുന്നു. ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് മണിക്കൂറിൽ 10 വീട് എന്നുള്ള കണക്കിൽ ഇവിടെ വീട് പൂർത്തിയായിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന പോലെ സാധാരണക്കാരിലേക്ക് പാർപ്പിടം എത്തിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടെ കണ്ടതാണ്. 25,000 രൂപ എടുത്തൊരുത്തിനെ കൊണ്ട് ചെയ്യിച്ചാണ്, ഒരു പയ്യനെ കൊണ്ട്. അപ്പം അവിടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലത്തിൽ വി മുരളീധരനാണ് മത്സരിക്കുന്നത്. ഫേസ്ബുക്കിൽ അത് ഭയങ്കര ശ്രദ്ധയാകർഷിച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ വീടൊന്നും ഇല്ല, അവിടെ 2.5 സെൻറ്റ് മാത്രം പ്രോപ്പർട്ടി ഉള്ളൂ. അപ്പോൾ ആ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വീട് തന്നില്ല, അപ്പം സർക്കാർ അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്നത് പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ പുള്ളിക്ക് വീടേ ഇല്ല, 2.5 സെൻറ്റ് കാരണം വേറൊരു പദ്ധതിയിൽ നിന്ന് വീട് അനുവദിച്ചു കൊടുക്കാനും തരമില്ല. അപ്പോഴത്തേക്ക് ഒരു നാടകീയ എൻട്രി വി മുരളീധരൻ നടത്തുന്നു. അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥിയാണല്ലോ, കഴക്കൂട്ടം. പുള്ളി വരികയും ഭയങ്കര ഒരു വളരെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് എന്നുള്ള നിലയിൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് വി മുരളീധരൻ അവിടേക്ക് എൻ്റർ ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് പറയും എനിക്ക് വീടില്ല, അതില്ല, ഞങ്ങൾക്ക് ഇത്ര സെൻറ്റേ ഉള്ളതുകൊണ്ട് സർക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഭൂമി തരാൻ കഴിയില്ല, വീട് ഉള്ള ഫണ്ട് തരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാവുന്നത്. ഇതേ വൃദ്ധന് അല്ലെങ്കിൽ ഈ പറയുന്ന ആളിന് വേറെ 3 സെൻറ്റും വീട് വെക്കാനുള്ള സ്ഥലം സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെന്നേ വേറൊരു സ്ഥലത്ത്. അതിനോട് ഏകദേശം കുറച്ച് ദൂരം അപ്പുറം ഇദ്ദേഹത്തിന് വേറെ സ്ഥലമുണ്ട്. ഇത് സെറ്റിട്ടതാ. പുള്ളിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്ക് ശരിക്കും പറയാം 5.5 സെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് മൊത്തം. അവിടെ 3 സെൻറ്റ് സർക്കാർ കൊടുത്തു, ഇവിടെ 2.5 സെൻറ്റ് വേറെ കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ 5.5 സെൻറ്റ് പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനാണ്. പുള്ളി പറഞ്ഞു എന്നോട് ഇങ്ങനെ എന്നൊക്കെ വന്ന് പറയാൻ പറഞ്ഞു, ഞാനങ്ങ് പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. എന്ന് വെച്ചാൽ ഈ രീതിയിൽ പോലും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നുണ്ട്. അപ്പം സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണിത്. പിന്നെ ഈ പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇനി അടുത്ത സർക്കാരിൻ്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അപ്പോൾ അതിദാരിദ്ര്യമുക്തമായി എന്നുവെച്ചാൽ ഇനി അങ്ങോട്ടെന്ന് വെച്ചാൽ അതിദരിദ്രന്മാരില്ല, ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവില്ലാത്തവരില്ലേ നമ്മുടെ കേരളത്തിൽ. ഇനി തന്നെയല്ല ലോകത്തെ തന്നെ 2ാമത്തെ സ്ഥലമാണ് കേരളം ഈ അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യത്തേതാണ്. ഇത് വേറൊരു സംസ്ഥാനം പയറ്റിയിട്ടില്ല ഇതുവരെ. 64,000-ത്തിലധികം ആളുകളെയാണ് അതിദരിദ്രന്മാരുടെ പട്ടികയിൽ നിന്ന് സംസ്ഥാന സർക്കാർ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇത് മോശപ്പെട്ട കാര്യമാണോ? അല്ല, ഇതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഇത് നല്ല കാര്യമാണ് എന്നുള്ളത് പ്രതിപക്ഷത്തിനും സമ്മതിക്കാൻ പറ്റില്ല, NDAക്ക് സമ്മതിക്കാൻ പറ്റില്ല, BJPക്കാർക്കും. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇപ്പം 2-3 ദിവസം കൂടെ ഉള്ളൂ. അതെ അതെ. ഇതിനെ പ്രതിരോധിക്കാൻ അവർ എന്ത് ചെയ്യും? ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ UDF പ്രതിരോധിക്കുന്നത് നുണ കൊണ്ട് മാത്രമാണ്. ഇതൊന്നും ഇങ്ങനെ ഇല്ല. നമുക്കറിയാമല്ലോ, അതിദരിദ്രന്മാരുടെ ഇത് പട്ടിക നീക്കി കഴിഞ്ഞപ്പോൾ കുറച്ചധികം ദരിദ്രന്മാരെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നു. ഇതൊരു ഘട്ടം ഘട്ടമായിട്ടാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നേ, ഘട്ടം ഘട്ടമായിട്ട്. ഇതൊരു സുപ്രഭാതത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. ഇപ്പോൾ വീട് നിർമ്മാണം, ടൗൺഷിപ്പ്, നമ്മുടെ പ്രകടമായി കാണുന്ന സാധനം ടൗൺഷിപ്പ്. അതിനെ തന്നെ എത്രത്തോളം കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഏറ്റവും അവസാനം ഇതെല്ലാം വായിക്കാതിരുന്ന് പൊട്ടുന്ന അമിട്ടായി മാറിയില്ലേ കോൺഗ്രസ്സുകാർക്ക്. ഇതെല്ലാം പിന്നീട് തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല വാസ്തവം എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലായി തുടങ്ങി. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് നോക്കിക്കോളൂ. ഈ സർക്കാർ നേരിട്ട പോലെ പ്രതിസന്ധികൾ നേരിട്ട വേറൊരു സർക്കാർ ഉണ്ടായിട്ടില്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രളയം, ഈ 2018-ലുണ്ടായ പ്രളയം നൂറ്റാണ്ട് കണ്ട മഹാപ്രളയം എന്ന് വേണേൽ വിളിക്കാൻ പറ്റും അല്ലേ. അതിലൂടെ ഒരു സ്ഥലം തന്നെ ഇല്ലാതായി പോവാണ്, ഒരു നാട് തന്നെ ഇല്ലാതായി പോവാണ്. ആ പ്രളയം എന്ന് പറയുന്നതിനെ മാനേജ് ചെയ്യാൻ കാണിച്ച ഒരു ചങ്കൂറ്റമുണ്ട്, ഡിസ്ട്രസ് മാനേജ്മെൻറ്റ്. അതിനകത്ത് സർക്കാർ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ നോക്കിയോ, അടുത്ത സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ കോവിഡ് ഉണ്ടായി. അപ്പോൾ ഈ സർക്കാരിനെ രക്ഷിച്ചത് കോവിഡാണെന്ന് പറയുമെങ്കിൽ തന്നെയും സർക്കാർ രക്ഷിച്ചത് ജനങ്ങളെയാണ് കോവിഡിൽ നിന്ന്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംവിധാനം ആയിരുന്നെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ ഇത്തരത്തിലുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ മുഖ്യമന്ത്രി തന്നെയാണ്. ആ ക്രൈസിസ് വളരെ കൃത്യമായി മാനേജ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ സർക്കാർ നിലംപൊത്തി പോകുമായിരുന്ന സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. എന്നാൽ സർക്കാരിനെതിരെ ഒരുപാട് പേരുദോഷം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന സിറ്റുവേഷൻ ഒരുപാട്. ഓഖി ഉണ്ടായിരുന്നു, പ്രളയമുണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കോളൂ, ഓഖിയും കടൽക്ഷോഭം അനുഭവിക്കുന്നവർക്കെല്ലാം ഫ്ലാറ്റുകൾ ഒരുക്കി കൊടുത്തില്ലേ, ഫ്ലാറ്റുകളായി, വീടുകളായി. അപ്പം ഈ സർക്കാർ ഇനി എന്താണ് ചെയ്യേണ്ടത്?
അതിനാണ് ഇപ്പൊ നവകേരള യാത്ര പോലെയുള്ള അല്ലെങ്കിൽ പിന്നെ പരിപാടികൾ ഇവിടെ സർക്കാർ നടത്തിയത്. എന്തിനു വേണ്ടിയാ? ഗൃഹസമ്പർക്ക പരിപാടി നടത്തിയിരുന്നു. എന്തിനാ? ഇനി നിങ്ങൾക്ക് ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ജനങ്ങളോട് നേരിട്ട് ചോദിച്ചറിയാൻ ഒരു സർക്കാർ തയ്യാറെടുക്കുക. അപ്പോഴും UDF മാറിയിരിക്കേണ്ടി വന്നു. കാര്യം എന്താ? ഇവിടെ CPM ഒരു ഗൃഹസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഇവിടെ UDF അങ്ങനെ പറ്റുന്നില്ല. കാരണം എന്താ? UDF അന്നാണ് ഏറ്റവും അധികം പേരുദോഷം ഉണ്ടാക്കിയ സ്ത്രീപീഡന കേസ് വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. അപ്പോൾ ജനങ്ങളുടെ ചെന്ന് കോൺഗ്രസ്സുകാരെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി വന്ന്. അപ്പം അതേസമയം ഇടതുപക്ഷക്കാർക്ക് കയറാൻ പറ്റി. ഇപ്പം DYFIയുടെ കണക്ക് പറയുന്നു, DYFIക്കാർ TV കൊടുത്തു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മാനേജ് ചെയ്യപ്പെട്ടതെന്നും അത് ഇത്ര ഭംഗിയായി മാനേജ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അപ്പം ഇനിയും പ്രതിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് UDFനെ സംബന്ധിച്ചിടത്തോളം കള്ളം പരമാവധി പ്രചരിപ്പിക്കുക. പലരും ചോദിക്കുന്നത് ശബരിമല വിഷയം, സ്വർണ്ണക്കൊള്ള കേസ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതല്ലേ സർക്കാർ ചെയ്യേണ്ടത്. അതൊരു അന്വേഷണം നടക്കുകയല്ലേ, അത് അന്വേഷണത്തിൻ്റെ വഴിക്ക് പോവും. ആ അന്വേഷണം കൃത്യമായി നടക്കുകയും ചെയ്യും. ആ അന്വേഷണത്തിൽ കുറ്റവാളികളായ കണ്ടെത്തും, കോടതി ശിക്ഷിക്കുകയും ചെയ്യും. ഇത് ഇവിടെ ഒരു മെയിൻ അജണ്ടയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ് ശരിക്കും UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതായിരിക്കും ഇനി അവർ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത്. ഇവിടെ ജനക്ഷേമ പരിപാടികൾ ഒരു വശത്തൂടെ നടക്കുമ്പോൾ ഒരു വശത്ത് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു നുണപ്രചരണമായിട്ട് UDF അങ്ങ് പോകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ തരത്തിലും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പം സർവേകൾ പലതും നമ്മൾ പറയേണ്ടി വരും. ഒരുപാട് ഭൂരിപക്ഷമൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെയും ഒരു 75 മുതൽ 78 സീറ്റ് വരെ LDF നൈസായിട്ട് നേടാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ നിലവിലത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ മനസ്സിലാകുന്നത്.